സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2-3 ദിവസമായി ഈ വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഏതായാലും കുറച്ച് കഴിയട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടതല്ലേ. അപ്പോൾ ആ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ സാധാരണ പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ലേറ്റായത്. അതുപോലെ ഒന്നുമല്ല, നമ്മുടെ മീര ജാസ്മിൻ്റെ ഫാദർ മരിച്ചു 2 ദിവസം മുമ്പ്. നമ്മളെല്ലാവരും കണ്ടതാണ്. മീര ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നതും അതുപോലെ ദിലീപും നരേനും ഇവരൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ നല്ല രീതിയിൽ നമ്മൾ കണ്ടു. പക്ഷെ ആ കണ്ണീര് കാണുമ്പോഴേ സത്യമുള്ളതാണോ ആ കണ്ണീര് എന്ന് നമുക്കെല്ലാവർക്കും സംശയമുണ്ട്. അതുപോലെ ഒന്നുമല്ല, മീര ജാസ്മിൻ എന്ന് പറയുന്നൊരു നടി അദ്ദേഹത്തിൻ്റെ ഫാദറിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നോ? അല്ലെങ്കിൽ ഈ മരണപ്പെട്ടതിന് ശേഷമാണോ ഒരച്ഛൻ്റെ വില അറിയുന്നത്? ജീവിച്ചിരിക്കുമ്പോഴൊന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെയുള്ളതാണോ എന്നൊക്കെയുള്ള സംശയം പ്രേക്ഷകർക്കുണ്ട്. അത് വേറെയൊന്നുമല്ല, മീര ജാസ്മിൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു പക്ഷേ ആ ഒരു കുടുംബം ഇത്രയും അധികം ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോഴും മീര ജാസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തി അത് കണ്ടില്ല എന്ന് നടിച്ച് എല്ലാം തൻ്റെ അങ്കിള് പറയുന്നത് പോലെയേ ചെയ്യൂ, അങ്കിള് പറയുന്നത് പോലെ മാത്രമേ ഞാൻ പണങ്ങൾ ചെലവാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പൈസയും അങ്കിളുമായിട്ട് പിന്നെന്താ പറയേണ്ടത് ഇത് ചെയ്തിട്ട് മാത്രമേ സ്വന്തം വീട്ടുകാർക്ക് ഒരു 5 പൈസ കൊടുക്കൂല. മീര ജാസ്മിൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു പൈസക്ക്. പക്ഷേ മീര ജാസ്മിൻ 5 പൈസ വിട്ടു കൊടുക്കത്തില്ല. നല്ല ശമ്പളമുണ്ട് മീരക്ക്, നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. 2001 സൂത്രധാരൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. പക്ഷേ അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം മീര ജാസ്മിൻ എന്ന് പറയുന്ന ഒരു നടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത്രയും അവസരങ്ങളാണ്. മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തെലുങ്ക് ഈ എല്ലാ ഭാഷയിലും ചെയ്ത സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഓരോ കഥാപാത്രവും നല്ല നല്ലോണം അഭിനയിക്കുന്ന ഒരു നടി തന്നെയാണ്. പക്ഷേ വകതിരിവ് വട്ടപൂജ്യമാണ്. എല്ലാ സംവിധായകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പരാതികളാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും 100 പരാതികളാണ്. സത്യൻ അന്തിക്കാട് വരെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. സത്യൻ അന്തിക്കാട് 6 സിനിമയാണ് എടുത്തത് നായികയായിട്ട്. ഈ 6 സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സൂപ്പർ ഹിറ്റുകളായിരുന്നു. നല്ല അടിപൊളി അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ എന്നാലും മീര ജാസ്മിൻ ഭയങ്കര കുഴപ്പക്കാരിയാണെന്നാണ് മിക്ക സംവിധായകരും പറയുന്നത്. അതുപോലെ കമൽ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞത് ഇറങ്ങിപ്പോ എൻ്റെ സെറ്റിൽ നിന്നാണ്. കാരണം ഞാൻ സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിലിരുന്നോളും, പക്ഷേ ഇറങ്ങിപ്പോ എൻ്റെ സെറ്റിൽ നിന്ന് പറഞ്ഞിട്ട് കമൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത്രയും ശല്യമായിരുന്നു. ഒരുപാട് നിർമ്മാതാക്കൾ ലക്ഷങ്ങൾ നഷ്ടങ്ങൾ വരാനുള്ള കാരണം ഈ മീര ജാസ്മിൻ ആണെന്ന് പല ആൾക്കാരും അറിയാം. പല ആൾക്കാർക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ, എന്തിനാണ് വെറുതെ തുറന്നു പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ചില ഇൻ്റർവ്യൂകളിലെല്ലാം നമ്മൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പിന്നെ മനോരമയിലെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ഈ പിന്നെ കമലുമായിട്ട് എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ ആ കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നാണ് മീര ജാസ്മിൻ പറഞ്ഞത്. അതായത് കമൽ ഒരുപാട് നടിമാർ അഭിനയിപ്പിക്കുന്നതാണ്. പക്ഷെ മീര ജാസ്മിൻ്റെ മുന്നിൽ മാത്രം കമൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അത് മീര ജാസ്മിൻ്റെ അഹങ്കാരം കൊണ്ടാണെന്നാണ് അവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീര ജാസ്മിന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് സാമ്പത്തികം കയ്യിൽ വന്നു എന്നുള്ളതാണ്. ഒരു 20-22 വയസ്സെല്ലാം ആകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ കോടികളാണ് കയ്യിൽ വന്നത്. ഈ തെലുങ്ക് സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ 4 മടങ്ങാണ് പ്രതിഫലം. ഇവിടെ 10 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ 10-50 ലക്ഷം കിട്ടും. അത്രത്തോളം പ്രതിഫലമാണ്. ഈ പൈസയൊക്കെ ഇങ്ങ് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോൾ സാധാരണ നടിമാരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ വീട്ടുകാരോ അച്ഛനോ അമ്മയോ ഒക്കെ തുണക്കുണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ മീര ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം മീര ജാസ്മിൻ തന്നെ കൊണ്ടുവന്ന ഒരാളുണ്ട്, ലോഹിദാസ്. അദ്ദേഹത്തെ അങ്ങ് വിശ്വാസത്തിൽ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനായിരുന്നു പിന്നീട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ കൂടെയൊക്കെ പോകണം എന്നൊക്കെ പറയുന്നത് ലോഹിദാസാണ്. ലോഹിദാസ് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ നടന്മാരൊക്കെ ഡ്രിങ്കിന് വിളിക്കും. അതായത് ഒരെണ്ണം അടിക്കാം, ഒരു സ്നേഹ ഡ്രിങ്ക്, അതിനൊരിക്കലും പോകരുത് എന്നാണ് മീരയോട് പറഞ്ഞത് എന്ന് മീര തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണോ നമ്മുടെ വലിയ വലിയ നടന്മാർ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇതൊക്കെ ലോഹിദാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപാട്
ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നീട് അത് അവരുടെ കൂടെ തന്നെ പിന്നീട് പോകേണ്ടി വരും, പിന്നെ അതൊരു ചൂഷണത്തിലേക്ക് വഴിമാറും എന്നൊക്കെ പറഞ്ഞിട്ട് മീരയുടെ ഒരു ഗോഡ് ഫാദറായിട്ട് നിന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ലോഹിദാസ്. അതിന് ലോഹിദാസിൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാര്യ സിന്ധു തന്നെ, ലോഹിദാസിൻ്റെ ഭാര്യ സിന്ധു തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ മീര ജാസ്മിൻ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഏത് വിധത്തിലാണെന്ന് അവർ പറയുന്നില്ല. സാമ്പത്തിക തരത്തിലാണോ, അല്ലെങ്കിൽ മീരയുടെ സാമ്പത്തികമെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് ലോഹിദാസാണ് എന്ന തരത്തിലാണോ, ഇനി മീരയുടെ പൈസ കൊണ്ടാണ് ലോഹിദാസ് സിനിമ പിടിക്കുന്നത്, അതുപോലെ സ്വത്തുക്കൾ വാങ്ങിച്ചത് എന്നുള്ള തരത്തിലാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ മീര ജാസ്മിനെ പറ്റി ലോഹിദാസും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഒരുപാട് ഗോസിപ്പും കാര്യങ്ങളൊക്കെ വന്നതാണ്. പിന്നെ ഇത്രയൊക്കെ സാമ്പത്തികമുണ്ടെങ്കിലും മീര ജാസ്മിൻ 5 പൈസ വീട്ടുകാർക്ക് കൊടുക്കത്തില്ല. ആ വീട്ടുകാർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയായാലും ഈ അച്ഛനും മകളും തമ്മിൽ വളരെയധികം എന്താ പറയേണ്ടത് നല്ല ബന്ധത്തിലായിരുന്നില്ല. അച്ഛന് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ നടിയോട്, അതുപോലെ നടിക്കും അച്ഛനോട് ഭയങ്കര ദേഷ്യം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ണീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആരായിക്കഴിഞ്ഞാലും സ്വന്തം തന്തയല്ലേ, അപ്പോൾ മരിക്കുമ്പോഴെല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകും. ആ ഒരു വിഷമം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ ചില ആൾക്കാർ ഒന്നും കൊടുക്കൂല, ഒരു വസ്തു കൊടുക്കൂല. പക്ഷെ മരിച്ചു കഴിഞ്ഞാലില്ലേ, ഭയങ്കര സ്നേഹമായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, നല്ല ശവക്കല്ലറയെല്ലാം, ചില ആളെ ശവക്കല്ലറയെല്ലാം കണ്ടിട്ടില്ല, അല്ല മാർബിളും ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി വെക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലേ ഒരു ചായേൻ്റെ പൈസ പോലും കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ ഇത്രയധികം ഗോസിപ്പ് കേട്ടൊരു നടി വേറെയൊന്നില്ല, അതാണ് മീര ജാസ്മിൻ. ഒരുപാട് ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട്. ഒരു സമയത്ത് മലയാള സിനിമയിൽ നിന്ന് ബാൻ ചെയ്തു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കുറേ നാൾ മലയാള സിനിമയിൽ ഇല്ലായിരുന്നു. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2020 എന്ന് പറയുന്ന ഒരു സിനിമ എല്ലാവരും വന്ന് അഭിനയിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ദിലീപ് 3-4 പ്രാവശ്യം വിളിച്ചിട്ടും കൂടി മീര ജാസ്മിൻ എന്ന് പറയുന്ന നടി വന്നില്ല. മീര ജാസ്മിൻ എന്ന് പറയുന്ന നടി പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേറെ പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം, അവിടെ കത്തി നിൽക്കുന്ന നയൻതാര, അജിത്തിനെ പോലെയുള്ള വലിയ വലിയ നടന്മാരുടെ കൂടെ അഭിനയിച്ച് കത്തി നിൽക്കുന്ന നയൻതാര എന്ന് പറയുന്ന നടി വരെ ഈ കൊച്ചിയിൽ വന്നിട്ട് ആ സിനിമയുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ദിലീപ് എന്ന് പറയുന്ന ആ ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അത്രത്തോളം തിരക്കുള്ള എല്ലാവരും ഇവിടെ കിടന്ന് സഹകരിച്ചപ്പോഴേ മീര ജാസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തി മാത്രം അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു സിനിമയിൽ നിന്നും മാറി നിന്നു. അതിനവർ ഒരു കനത്ത വില തന്നെ നൽകേണ്ടി വന്നു. ഒരുപാട് നാൾ അവർക്ക് മലയാള സിനിമയേ ഇല്ലായിരുന്നു. ഒരുപാട് നാൾ മലയാള സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അഭിനയമൊക്കെ നല്ലതാണ്, പക്ഷേ സ്വഭാവം അത് വളരെ മോശമാണ്. ജീവിതം വട്ടപൂജ്യമാണ്. പിന്നെ 2008 മറ്റൊരു ഗോസിപ്പ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിച്ചിട്ട് സ്വകാര്യമായിട്ട് ജീവിക്കുകയാണെന്ന്. അത് മദ്രാസിൽ ഏതോ ഒരു രാജേഷ് അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ പിന്നീട് വാർത്താമാധ്യമങ്ങളോട് വന്ന് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിച്ചിട്ടേ കല്യാണം കഴിക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ സ്വകാര്യമായിട്ട് കല്യാണം കഴിക്കില്ല എന്ന് വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ ജോൺ എന്ന് പറയുന്ന ഒരാളെയാണ് കല്യാണം കഴിച്ചത്. അയാളുമായിട്ടാണ് ഇപ്പോൾ വിദേശത്താണ് സെറ്റിൽ ചെയ്ത് ദുബായിലാണ് താമസിക്കുന്നത് എന്നാണ് മീര ജാസ്മിൻ ഇപ്പോഴും പറയുന്നത്. ഏതായാലും ഇപ്പോൾ കുറച്ച് സിനിമകളിലൊക്കെ കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഉള്ളതൊക്കെ തീർന്നിട്ടുണ്ടാവും ഏകദേശം. കാരണം ഈ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ കാലവും ഇങ്ങനെ നിൽക്കൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുപാട് അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഫാദർ മരിച്ചു കിടക്കുമ്പോൾ ആ കരച്ചിലും പിഴിച്ചിലൊക്കെ ഉള്ള അതിൻ്റെ കമൻറ്റുകൾ കണ്ടാണ്. അതായത് എല്ലാവരും യൂണിഫോമിലാണല്ലോ എന്ന്, അതായത് ഫാൻസി ഡ്രസ്സിലാണല്ലോ എല്ലാവരും എന്നാണ്. ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കേണ്ടി വരും. അതായത് ചില സ്ഥലത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമുണ്ടൊക്കെ കൊടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അതിനൊന്നും നമുക്ക് പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഏതായാലും എനിക്കിതേ പറയാനുള്ളൂ, നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞ് ഇതാക്കുന്നതിലും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ അവർക്കെല്ലാം ചെയ്യുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ, അവരെ വേദനിപ്പിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മീര ജാസ്മിനെ ലോഹിദാസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് വേറെ ആരുമല്ല, മീര ജാസ്മിൻ്റെ നാട്ടുകാരനും അയൽവാസിയുമായ നമ്മുടെ ആടുജീവിതത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സിയാണ്.
അദ്ദേഹം ഈ ലോഹിതദാസിൻ്റെയും അതുപോലെ പത്മരാജൻ്റെയും ഒക്കെ സഹസംവിധായകനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അദ്ദേഹമാണ് ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഒരുപാട് ഗോസിപ്പിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് മീര ജാസ്മിൻ എന്ന് പറയുന്ന നടിയുടെ ജീവിതം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആരെയും വകവെക്കാതെ, ഒരാൾ പോലും വേണ്ട, എനിക്ക് പണം മതി എന്ന് പറഞ്ഞിട്ട് ഒരാളെ പോലും വകവെക്കാതെ, ഒരു ബന്ധുക്കളും വേണ്ട എന്നുള്ള തരത്തിലായിരുന്നു മീര ജാസ്മിൻ്റെ ജീവിതം. അതുകൊണ്ടാണ് ഇത്രയും ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നത്. എന്തൊക്കെയായാലും ഇപ്പോഴും ഒതുങ്ങി ദുബായിൽ എവിടെയോ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, കൂടെ കൂടിക്കോ, ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.